ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഗുഡ് മോർണിംഗിലാണോ ആഫ്റ്റർനൂൺ ആണോ ഈവനിങ് ആണോ എന്നറിയില്ല, എന്നാലും ഗ്രീറ്റിങ്സ്. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഹാംസ്റ്റഡ് ഹീത്ത് ആൻഡ് പാർലമെൻറ്റ് ഹിൽ. നല്ല ചൂടാണ്. ഞാൻ കുറച്ച് ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടേ ഇറങ്ങുള്ളൂ. അപ്പോൾ എൻ്റെ രാവിലത്തെ ചായയുടെ പരിപാടിയും ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ പവർ ബാങ്കൊക്കെ ചാർജിന് വെച്ചതേ ഉള്ളൂ. ഒക്കെ സെറ്റാക്കിയിട്ട് ഉച്ചക്ക് ഇറങ്ങും. ഓക്കെ. അതെ മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഓ എന്താ വെളിച്ചം, ആഹാ. അപ്പോൾ ഞാൻ ഇറങ്ങാണ് ഗൈസ്. നമ്മൾ പോകുന്നത് പാർലമെൻറ്റ് ഹിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു 2 മണിക്ക് ഇറങ്ങണം എന്നാണ് വിചാരിച്ചത്. ഇപ്പം 4 മണി. അങ്ങനെ സമയവും കൃത്യനിഷ്ഠയും എന്നെ തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് എൻ്റെ അടുത്ത ട്രിപ്പിലേക്കുള്ള യാത്രയാണ്. നല്ല വെയിലാണ്. ഈ ട്രിപ്പിന് പോകുന്നതിന് മുന്നേ ഒറ്റൊരു കാര്യം ഞാൻ റിമൈൻഡർ വെച്ചിട്ടുള്ളായിരുന്നു, കുട എടുക്കണമെന്ന്. അത് മറന്നേക്കണം. അപ്പോൾ ഞാൻ പിക്കടലിൽ കാത്ത് നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ലെസ്റ്റർ സ്ക്വയറിൽ ഇറങ്ങണം. അവിടുന്ന് നോർത്തേൺ ലൈൻ എടുത്തിട്ട് ബെൽസൈസ് അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. അവിടുന്ന് ഒരു 24 മിനിറ്റ് നടക്കാനുണ്ട്. നമുക്ക് 2 വഴിയായിട്ട് പോവാം. എന്നാലും നടക്കാൻ ഏകദേശം അത്രയുണ്ട്. നല്ല തിരക്കുണ്ട് ട്രെയിനിൽ. ഞാൻ ഒരു നടുവിലത്തെ ബോഗിയിലായിരുന്നു ഉണ്ടായത്. അവിടെ ഒട്ടും സീറ്റില്ല. അങ്ങനെ മുമ്പിൽ നോക്കി അവസാനം മുന്നിലെത്തി. ഇവിടെ ഒരു 2 സീറ്റുണ്ട്. 2 അല്ല, ഇവിടെ ഒരു 4-5 സീറ്റുണ്ട്. നടുക്കൊന്നും സീറ്റേ ഇല്ല. അങ്ങനെ ട്രെയിനിൽ കുറേ ആൾക്കാർ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അവരുടെയൊക്കെ ഡ്രസ്സിങ്ങും ആറ്റിറ്റ്യൂഡൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ലെസ്റ്റർ സ്ക്വയറിൽ നമ്മൾ പിക്കാഡിൽ ഇറങ്ങി നേരെ പിടിക്കാൻ പോകുന്നത് നോർത്തേൺ ആണ്. 1-2 മിനിറ്റ് നടന്നാലും നമുക്ക് നോർത്തേൺ ലൈനിലേക്ക് എത്താൻ പറ്റും. എഡ്വേർഡിലേക്കുള്ള ട്രെയിനാണ് നമുക്ക് എടുക്കാനുള്ളത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടാകുന്നതൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ വലിയ തിരക്കൊന്നുമില്ല. ബെൽസൈസ് പാർക്കിലാണ് ഇറങ്ങിയത്. ഇവിടുന്ന് ഒരു 10-24 മിനിറ്റ് നടക്കാനുണ്ട്. ഇറങ്ങിയ പാടാൻ എനിക്ക് ആ സ്ഥലത്തിൻ്റെ ഒരു വൈബ് കിട്ടി. നമ്മളെ ധർമ്മേന്ദ്രയോട് പറയില്ലേ, കൊച്ചി എത്തി എന്ന് പറഞ്ഞ പോലെ. അത്ര വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല നീറ്റായിട്ട് അടിപൊളി സ്ഥലം. തിങ്കളാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണെന്ന് പറഞ്ഞ ഒരു കാര്യമില്ല. ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. ബാറും റെസ്റ്റോറൻറ്റൊക്കെ ഇപ്പം തന്നെ ഫുള്ളാണ്. പിന്നെ ഇത് നമ്മുടെ പലയിടത്തും കണ്ടുവരുന്നൊരു സമ്പ്രദായമാണ് ഇവിടെ. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീടിൻ്റെ പുറത്തും റോഡിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ എടുത്തു വെക്കും. എന്നിട്ട് ടേക്ക് മീ എന്ന് പറഞ്ഞിട്ട് നോട്ടോ അങ്ങനെ വല്ല എഴുതി കാണും. അങ്ങനെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കി വിടുക. ഇതുപോലെ പല സാധനങ്ങളും നമ്മൾ വീട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഇവിടെയുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വലിയ പറയത്തൊക്കെ വ്യത്യാസമൊന്നുമില്ല. ടിപ്പിക്കൽ ലണ്ടനിൽ കാണുന്ന ടൈപ്പ് ബിൽഡിങ്സ് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. ഇതേ ഒരു പുൽമേഞ്ഞ വണ്ടി, വെറൈറ്റി അല്ലേ? കണ്ടാൽ നമ്മുടെ നാട്ടിലെ നാനോ പോലെ ഇരിക്കുമെങ്കിലും കുറച്ചുകൂടി ചെറുതാണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ കുഞ്ഞ് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഫൗണ്ടെയിൻ ഉണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ മേലെ ഇങ്ങനെ കുഞ്ഞ് പക്ഷികളൊക്കെ പറന്ന് നടന്ന് തമ്മിൽ വർത്താനവും പറഞ്ഞ് നല്ല ചില്ലടിച്ചിരിക്കണതാണ്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. നമ്മൾ ഈ ഡയറ്റൊക്കെ എടുക്കാൻ തുടങ്ങിയ പിന്നെ ഇതുപോലെ ഫ്രൂട്ട്സും വെജീസൊക്കെ കാണുമ്പോൾ അപ്പം ഒന്ന് ബ്രേക്ക് അടിക്കും. താൽക്കാലികമായിട്ടാണ് കേട്ടോ ഡയറ്റ്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ കുട്ടികളുടെ ബാക്കിൽ പോകണമെന്ന്. ഒരിക്കലല്ല കേട്ടോ, സാധാരണ എടുക്കുന്ന പോലെ എടുത്തേ ഉള്ളൂ. എന്നാലും ആ വെള്ള പാക്കറ്റ് കൊച്ചിനൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു. അപ്പോൾ ഇതാണ് ഹാംസ്റ്റഡ് ഹീത്ത് ഓവർ ഗ്രൗണ്ട്. ഇവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു 18 മിനിറ്റ് നടന്നാൽ മതിയായിരുന്നു. ഇതൊരു ഹിൽ ഏരിയയാണ്, അപ്പോൾ കുറേ നടക്കാനുണ്ട്. കുന്ന് കയറുമ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നായിരുന്നു. ടോപ്പിലെത്തിയപ്പോഴാണ് മനസ്സിലായത് മൈക്കോണല്ലായിരുന്നു. പാർലമെൻറ്റ് ഹിൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫേമസ് ഹിൽ പോയിന്റ് ഓഫ് ലണ്ടൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഹാംസ്റ്റഡ് ഹീത്ത് എന്ന് പറഞ്ഞൊരു വലിയ പാർക്കിൻ്റെ ഹിൽ ഏരിയ വ്യൂ പോയിന്റ് ആണ്. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് ലണ്ടൻ നഗരം മുഴുവനായിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ലണ്ടൻ ഐയും ഷാഡും സെൻറ്റ് പോൾസ് കത്തീഡ്രലും അങ്ങനെ ലണ്ടനിലെ പ്രശസ്തമായ ഒട്ടുമിക്ക എല്ലാ ബിൽഡിങ്ങും നമുക്ക് കാണാൻ പറ്റും. ഇത് ഏകദേശം 98 മീറ്റർ, അതായത് 322 ഫീറ്റോളം ഹൈറ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. സമ്മറാണ് ഇവിടുത്തെ മെയിൻ സീസൺ. ഒരുപാട് വിസിറ്റേഴ്സൊക്കെ വരുന്ന ആ ടൈമിനാണ്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്. നമുക്ക് ഈ വണ്ടിയുടെ ഒച്ചയോ അതുപോലെ നോയ്സി ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് ഒന്നല്ല, നല്ല ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ആൾക്കാർ കാമായിട്ടിരിക്കാനും പിന്നെ അവരുടേതായൊരു സമയം ചിലവഴിക്കാനാണ് ഇവിടെ മെയിനായിട്ട് വരുന്നത്. കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയി ഒരു പിക്നിക്ക് പോലെ വരാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. പിന്നെ പട്ടം പറപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അറിയുന്ന ആൾക്കാരാണെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ച് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ.
ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ഇത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അവരുടെ സ്ഥലങ്ങൾ സേഫായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു പോയിൻ്റായിട്ടാണ് ഈ സ്ഥലത്ത് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് പാർക്കും ഹൈക്ക് ചെയ്യാനും സ്വിം ചെയ്യാനും ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഒരുപാട് പേര് അവിടെ ഇരുന്ന് സ്വിം ചെയ്യുന്ന കാണാം. പിന്നെ ഈ സമ്മർ ടൈം ആയതുകൊണ്ട് വലിയ തണുപ്പും കാര്യങ്ങളൊന്നും വെള്ളത്തിനുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നീന്താൻ നല്ല സുഖമായിരിക്കും. അപ്പോൾ ഗൈസ്, ഞാൻ പാർലമെൻറ്റ് ഹില്ലിൽ എത്തി. ഇവിടുന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങി ഒരുപാട് നടന്നു. ഇതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. ചാർജ് ഒരല്പം കുറവായിരുന്നു. ഞാൻ ഈ ട്രൈപോഡൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകല്ലേ, അതുകൊണ്ട് ആൾക്കാരൊക്കെ എന്നെ തന്നെ നോക്കുക. ഏതോ നാട്ടിലെ വലിയ ബ്ലോഗറാണ്, അതുകൊണ്ട് തല കാണിച്ചേക്കാന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ക്യാമറയൊക്കെ എത്തിയൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞി പിള്ളേരോട്ട് വയസ്സായ ആൾക്കാർ വരെ ഓട്ടാണ് ഇവിടെ. ജോഗിങ്. ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പാർലമെൻറ്റ് ഹിൽ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിച്ചൊരു സ്ഥലമായിരുന്നില്ലത്. ഇത് ഞാൻ മറ്റേ ആ കെട്ടിടമില്ലേ, ആ ക്ലോക്കൊക്കെ ഉള്ള ഒരു കെട്ടിടവും അങ്ങനൊരു സാധനം പ്രതീക്ഷിച്ച് ഞാൻ അതിലുള്ള മെൻഷൻ ചെയ്ത സ്ഥലവും നോക്കിയില്ല കേട്ടോ. പാർലമെൻറ്റ് ഹില്ലിൽ നിന്ന് കണ്ടപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ഗൂഗിൾ മാപ്പിൽ അടിച്ച് അപ്പോഴും ഇതേ സംഭവം കാണിച്ച്. പിന്നെ ഞാൻ ഒന്നുകൂടി പോയി അടിച്ച് ഡയറക്ഷനൊക്കെ നോക്കുമ്പോൾ അത്രയേ ഉള്ളൂ, കുഴപ്പമില്ല, 1.5 മണിക്കൂർ എങ്ങാനേ ഉള്ളൂ. അങ്ങനെ ഇറങ്ങിയൊരു സ്ഥലമാണ്. പക്ഷേ ആ സ്ഥലം അങ്ങ് കാനഡ, ഈ സ്ഥലം ഇങ്ങ് ലണ്ടൻ, അങ്ങനെ ആയിപ്പോയി. കുഴപ്പമില്ല. പിന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഹിൽ ടോപ്പിൽ നിന്നാൽ നമുക്ക് ലണ്ടൻ മൊത്തം കാണാൻ പറ്റും. അങ്ങനെ ഒരു സവിശേഷതയുണ്ട് ഇതിന്. പിന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത് കുട്ടികളും ജോഗിങ്ങിന് വരുന്ന ആൾക്കാരും പട്ടികളും കൊണ്ട് നടക്കാൻ വരുന്ന ആൾക്കാരും അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എന്തിനാ ഇങ്ങനെ തിരിഞ്ഞ് നടക്കുന്നതല്ലേ, ഞാനൊരു ട്രൈപോഡ് വാങ്ങിയായിരുന്നു. അതിലൊരു ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് നേരാവണ്ണം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ തിരിഞ്ഞ് നടക്കുന്നത്. അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഇങ്ങോട്ട് പോയി. ഇതാണ് മാർഗങ്ങൾ, ഒരു മാർഗം ഇല്ലാത്തപ്പോഴുള്ള കളി. വർക്ക് ചെയ്യുന്നുണ്ട്, സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഹിൽ ഏരിയയും പാർക്കും പോണ്ടും ഇതൊക്കെ കൂടാണ്ട് തന്നെ അവിടെ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. പാർലമെന്റ് ഹിൽ ഫീൽഡ്സ് ലുഡോ എന്ന് പറഞ്ഞു. ഞാനിത് ഇറങ്ങാൻ നേരമാണ് കണ്ടത്. ഇല്ലൊരു വള്ളി നിക്കറിട്ട് ഞാനും തുള്ളിയാണ്. ഇപ്പൊ സമയം ഒരു 6-7 മണി ആയി കാണും. ഇപ്പോഴും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. പിന്നെ വലിയൊരു പൂളാണ്. അറ്റ് എ ടൈം ഒരുപാട് പേര് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പാണ്. അപ്പോൾ പൂളിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. പീക്ക് ടൈമിൽ 8:40 അല്ലാത്ത സമയത്ത് 4:50 ഇവരുടെ പ്രൈസ്. പിന്നെ സ്റ്റുഡൻസിനും വയസ്സായ ആൾക്കാർക്കൊക്കെ ഇവിടെ കൺസെഷൻ ഉണ്ട് കേട്ടോ. ഇവിടെ സമ്മർ സെഷൻസ് വരുന്നത് രാവിലെ 10 തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ്. ഈ സമ്മർ ടൈമിൽ ഈവനിങ് 8 മണി വരെയൊക്കെ ഇത് ഓപ്പൺ ആണ്. ഇതൊക്കെയാണ് പാർലമെന്റ് ഹിൽ അഥവാ ഹാംസ്റ്റഡ് ഹീത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് കാണാനുള്ളത്. ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് അടിപൊളിയായിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. പിന്നെ തൊട്ടടുത്ത് ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കളിയും കുളിയും കഴിഞ്ഞാൽ കുടിക്കാനുള്ള സെറ്റപ്പും. അങ്ങനെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ സപ്പോർട്ട് അതുണ്ടെങ്കിൽ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു ത്വര ഉണ്ടാവുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടല്ല ബെൽ ബട്ടൺ അങ്ങ് അമർത്തി പൊട്ടിക്കുക. താങ്ക് യു. ബൈ.